ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജു കള്ളനല്ല. രാജുന് ഈ ജന്മത്തെ കള്ളനാകാനും പറ്റില്ല. അല്ല, അമ്മ എന്താ പറഞ്ഞു വരുന്നത്? പ്രത്യേകിച്ച് എന്തു പറയാനിരിക്കുന്നു? കാശെടുത്തതേ രാജു തന്നെ ആയിരിക്കും. രാജു അങ്ങനെ ചെയ്യില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. മുറിക്കകത്തൊന്നും CCTV ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിലേ കാശെടുത്ത ആളെ കൈയോടെ പിടികൂടായിരുന്നു. പറഞ്ഞത് എന്നെ ഉദ്ദേശമാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും എന്നെ വലിച്ചടക്കരുത്. എനിക്കാരുടെ പണമൊന്നും ആവശ്യമില്ല. ഞാൻ അങ്ങനത്തെ വൃത്തിയോട് കാണിക്കുന്നവനുമല്ല. പിന്നെ ആ കേശോടെ പോയി. കുഞ്ഞമ്മാവ, ഞാൻ ചെയ്യാത്ത കാര്യമൊന്നും എന്റെ തലയിൽ കെട്ടിവെക്കല്ലേ. ശേഖരൻ എന്തിനാ എന്റെ മോന്റെ നേരെ വരുന്നേ? ദീപക്ക് കാശെടുക്കുന്നത് നീ കണ്ടോ? പണം സൂക്ഷിച്ചു വെച്ചത് രാജുവാണ്. അതെവിടെയാണ് വച്ചിരുന്നെന്നും രാജുവിന് മാത്രമേ അറിയൂ. അലമാരയിലാണ് രാജു പണം വെച്ചിരുന്നെങ്കിൽ അതിന്റെ കീയും രാജുവിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതെ, രാജു വെച്ചിരുന്ന ക്യാഷ് ദീപക് എങ്ങനെ എടുക്കും? വെറുതെ എന്തിനാ ദീപകിനെ എല്ലാരും കൂടെ കുറ്റപ്പെടുത്തുന്നേ? അല്ല, ഇത്തരം കലാപരിപാടികളിൽ എക്സ്പെർട്ട് അല്ല ഇവൻ. അതുകൊണ്ടാ മോളങ്ങനെ സംശയിച്ചത്. കുഞ്ഞമ്മാവ, അല്ല, എനിക്ക് ആ ഡൗട്ടുണ്ട്. പ്രതാപ, ഇവൻ പറയുന്ന മര്യാദകൾ നീ കേട്ടല്ലോ. ശേഖര, മതി, നിർത്ത്. ആ പ്രശ്നം വിട്ടേക്ക്. അവർക്ക് കൊടുക്കാനുള്ള ക്യാഷ് രാജു ബാങ്കിൽ നിന്ന് എടുത്തു കൊടുത്തോളൂ. ഇത് വളരെ ലജ്ജാവഹമായ ഒരു കാര്യമാണ്. ഇനി ഈ സബ്ജക്ട് ഇവിടെ ആരും സംസാരിക്കരുത്. അങ്ങനെ പോയാൽ എങ്ങനെയാ പ്രതാപ? ചേച്ചി, ആ പ്രശ്നം വിട്ടേക്ക്. ഞാനല്ലേ പറയുന്നത്. അങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇവിടെ കുറ്റാരോപിതനായിരിക്കുന്നതേ എന്റെ മകനാ. എന്തായാലും ഞാൻ അവനെ പ്രസവിച്ച അവന്റെ അമ്മയല്ലേ. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. ചേച്ചി, അതിനിവിടെ ആരും അവനെ കുറ്റം പറഞ്ഞില്ലല്ലോ. പറഞ്ഞു, ഋതിക പറഞ്ഞു, ശേഖരനും പറഞ്ഞു ദീപക് ആ പണം മോഷ്ടിച്ചെന്ന്. അതുകൊണ്ട് ഒരു മോഷണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. മോഷണം നടന്ന ആരെയും സംശയിക്കാം. അതുകൊണ്ടേ ഈ 10 ലക്ഷം മോഷ്ടിച്ച കള്ളനെ കണ്ടുപിടിച്ചേ മതിയാവും. നിങ്ങളാരും സഹകരിച്ചില്ലെങ്കിൽ ഞാനത് കണ്ടുപിടിക്കും. ഇപ്പൊ നിങ്ങൾ ദീപകിനെ കുറ്റപ്പെടുത്തിയല്ലോ. എന്നാ ഞാൻ അടിവരയിട്ടൊരു കാര്യം പറയട്ടെ. ആ ക്യാഷ് കട്ടെടുത്തതേ ഈ നിൽക്കുന്ന രാജുവാ. രാജു അങ്ങനെയൊന്നും ചെയ്യില്ല. അത് നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം. ചേച്ചി, എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടെന്ന് കരുതി ഒരാളെ ഇങ്ങനെ അപമാനിക്കരുത്. അപ്പോ യാമിനി പറഞ്ഞു വരുന്നത് പണം എടുത്തത് ദീപക്കാണെന്നാണോ?
രാജു പണം മോഷ്ടിച്ചത് എന്തിനാണെന്നും ആ പണം ഏത് വഴിക്കാണ് പോയതെന്നും ഞാൻ പറയട്ടെ. അംബിക മാഡം എന്തൊക്കെയാ പറയുന്ന? ഞാൻ പറയുന്നതേ 100% സത്യമാ. ആ കാശ് എവിടെയാ പോയതെന്ന് ഞാൻ പറയാം. സർ ഞാൻ പറയട്ടെ. ആ എങ്കി അമ്മായി പറയ്. ഈ രാജുവിന്റെ അളിയൻ ജയന്റെ കടയിലേക്ക്. ജയന്റെ കടയിലെ ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാ ഉണ്ടായേ. ആ പണം നൽകി ജയനെ രക്ഷിച്ചതേ രാജുവിന്റെ വീട്ടുകാരാ. രാജുവിന്റെ വീട്ടില് പണം പൂക്കുന്ന മരമൊന്നുമില്ലല്ലോ. ഉണ്ടോ? പിന്നെ ആ പണം എവിടുന്ന് വന്നു? മാഡം എന്തൊക്കെയാ പറയുന്ന? മാഡം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആ പണം നൽകിയത് രമ്യ. രമ്യ നൽകിയതേ അത് വളരെ ചെറിയൊരു തുക. വലിയ ബാധ്യത ജയനുണ്ടായത്. ആ ബാധ്യത മുഴുവൻ തീർത്തതേ ഈ നിൽക്കുന്ന രാജുവാ. മാഡം എന്താ മാഡം ഇത്? മിണ്ടരുത് നീ. ആ പണം പോയ വഴിയേ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇവൻ കള്ളനാ. 10 ലക്ഷം മോഷ്ടിച്ചതേ ഇവൻ തന്നെയാ. കള്ളൻ. രാജു കള്ളനല്ല. രാജുന് ഈ ജന്മത്തെ കള്ളനാകാനും പറ്റില്ല. ഇനി അഥവാ രാജു പണം എടുത്താലും എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല. രാജു എനിക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടവനാണ്. എന്റെ പണം രാജുവിനും കൂടി അവകാശപ്പെട്ടതാണ്. കാരണം ഞാൻ ഉണ്ടാക്കിയ ഈ സ്വത്തുക്കളുടെ എല്ലാം പിന്നിൽ രാജുവിന്റെയും കൂടെ അധ്വാനവും കഷ്ടപ്പാടും ഉണ്ട്. ആരെന്തു പറഞ്ഞാലും ഞാൻ രാജുവിനെ അവിശ്വസിക്കില്ല. അകലേ നോവിനാലേ